നമുക്കിനി തുമ്പൂർമുഴി കമ്പോസ്റ്റിംഗ് ടാങ്ക് നിർമ്മിക്കുന്ന വിധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിനായി ആദ്യമായി അത്യാവശ്യം വായുസഞ്ചാരമുള്ളതും മേൽക്കൂരയുള്ളതുമായ സ്ഥലം തിരഞ്ഞെടുക്കണം. ഫെറോ സ്ലാബ് അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ സിമൻറ്റ് ഇഷ്ടിക എന്നിവ ഉപയോഗിച്ച് സമചതുരാകൃതിയിൽ 4 അടി നീളവും 4 അടി വീതിയും 4 അടി ഉയരവുമുള്ള ഒരു ടാങ്ക് നമ്മുടെ ഈ വീഡിയോയിലെ ചിത്രത്തിൽ കാണുന്നത് പോലെ വായു കടക്കാവുന്ന രീതിയിൽ നിർമ്മിക്കുക. സ്ലാബിൻ്റെ അടിഭാഗം സിമൻറ്റ് അല്ലെങ്കിൽ ഫെറോ സിമൻറ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ടാങ്കിൻ്റെ അരികുകളിലൂടെ എലി, പെരുച്ചാഴി മുതലായ ജീവികൾ പ്രവേശിക്കാതിരിക്കാൻ ഒരു നെറ്റ് കൊണ്ട് മറയ്ക്കുന്നതും നല്ലതായിരിക്കും. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് തുമ്പൂർമുഴി കമ്പോസ്റ്റിങ്ങിനായിട്ടുള്ള ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. അളവ് ഒരിക്കലും 4 അടി കൂടുതൽ ആകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ മധ്യഭാഗത്തേക്ക് കമ്പോസ്റ്റിംഗ് നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കുന്നതാണ്. അളവിൽ മാറ്റമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. തുമ്പൂർമുഴി കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന വിധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായി കമ്പോസ്റ്റ് ടാങ്കിൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ച് കനത്തിൽ ഉണങ്ങിയ അല്ലെങ്കിൽ ഈർപ്പം കുറഞ്ഞ ചാണകം നിരത്തിയിടുക. അതിന് മുകളിലായിട്ട് ഒരു 6 ഇഞ്ച് കനത്തിൽ ഉണങ്ങിയ കരിയിലകളോ വൈക്കോലോ ഒക്കെ നിരത്തിയിടുക. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ചത്ത മൃഗങ്ങളോ പ്രസവാവശിഷ്ടങ്ങൾ, കോഴി പന്നി ഫാമുകളിലെ അവശിഷ്ടങ്ങൾ, അറവുശാലകളിലെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറി അവശിഷ്ടങ്ങൾ, ജൈവാവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിക്കേണ്ടത്. എപ്പോഴും ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ടാങ്കിൻ്റെ മധ്യഭാഗത്തായിട്ട് നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ജൈവാവശിഷ്ടങ്ങൾക്ക് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ ചാണകവും അതിന് മുകളിൽ ഒരു ലെയർ കരിയിലയും ഇടുക. അതിന് മുകളിലായിട്ട് പിന്നെയും ജൈവാവശിഷ്ടങ്ങൾ ഇടുക. അപ്രകാരം കമ്പോസ്റ്റ് ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ചാണകമാണ് നിരത്തിയിടേണ്ടത്. അങ്ങനെയുള്ള കമ്പോസ്റ്റ് ടാങ്ക് പിന്നെ മഴ നനയാതെ സൂക്ഷിക്കുകയും വേണം. ഏകദേശം ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ തൂവലുകൾ, മുടി, എല്ലുകൾ ഉൾപ്പെടെ എല്ലാ അവശിഷ്ടങ്ങളും പൊടിഞ്ഞ് കമ്പോസ്റ്റ് രൂപത്തിലായിരിക്കും. കമ്പോസ്റ്റ് ടാങ്ക് നിർമ്മിക്കുമ്പോൾ മേൽപ്പറഞ്ഞ അളവുകൾ, അതായത് 4 അടി നീളം, 4 അടി വീതിയും 4 അടി ഉയരത്തിലും തന്നെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം. മാതൃക അളവിനേക്കാൾ കൂടുതൽ വലുപ്പത്തിൽ ടാങ്ക് നിർമ്മിച്ചാൽ ടാങ്കിൻ്റെ മധ്യഭാഗത്തേക്ക് വായു കടക്കാതിരിക്കുന്നതിനാൽ എയറോബിക് കമ്പോസ്റ്റിംഗ് പൂർണ്ണമായും നടക്കാൻ സാധ്യതയില്ല. ചാണകത്തിലെ സൂക്ഷ്മജീവികൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനായി ജൈവാവശിഷ്ടങ്ങളിലെ നൈട്രജൻ, ഫോസ്ഫറസ്, കാർബൺ എന്നീ അവശ്യ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾക്ക് കാർബണിൻ്റെ ഉറവിടമായിട്ടാണ് കരിയിലയോ വൈക്കോലോ ഈ തുമ്പൂർമുഴി കമ്പോസ്റ്റിൽ നിക്ഷേപിക്കുന്നത്. സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി കാർബൺ ഡയോക്സൈഡും ചൂടും ഉണ്ടാകുന്നു. ജൈവാവശിഷ്ടങ്ങൾ ദ്രവിച്ച് പൂർണ്ണമായും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം ഉണ്ടാകുന്ന തുമ്പൂർമുഴി കമ്പോസ്റ്റിൻ്റെ പോഷക ഗുണങ്ങൾ പരിശോധിച്ചാൽ 1 കിലോഗ്രാം വളത്തിൽ ഏകദേശം 13 to 17 ഗ്രാം നൈട്രജനും 78 to 80 ഗ്രാം കാൽസ്യവും 6 to 8 ഗ്രാം ഫോസ്ഫറസും 30 to 35 ഗ്രാം പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്.